സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. 2 electrons are moving in orbits of 2 hydrogen-like atoms with a speed 3 into 10 raised to 5 and 2.5 into 10 raised to 5 respectively. The radius of these orbits are nearly same. ഈ രണ്ടാളുകളുടെയും ഓർബിറ്റിന്റെ റേഡിയസ് നിയർലി സെയിം ആണെന്ന് പറയുന്നുണ്ട്. ദെൻ പോസിബിൾ ഓർഡർ ഓഫ് എനർജി സ്റ്റേറ്റ്സ് ആണ് n കണ്ടുപിടിക്കണം. അതായത് രണ്ടാളുകളുടെ n വാല്യൂസ് ആണ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ അത്രയേ ഉള്ളൂ. ഇവിടെ രണ്ടാളുകളുടെയും റേഡിയസ് സെയിം ആണെന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഈക്വൽ v0 into z/n ആണ്. ആറ്റംസ് എന്നുള്ള ചാപ്റ്റർ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് അല്ലേ. ആറ്റത്തിലെ വെലോസിറ്റി റേഡിയസ് റിലേഷൻ ആണ്. റേഡിയസ് ഈക്വൽ ടു r0 into n²/z ആണ്. ക്വസ്റ്റ്യനിൽ രണ്ടാളുകളുടെയും റേഡിയസ് സെയിം ആണെന്ന് പറയുമ്പോൾ നമുക്ക് n1² divided by z1 is equal to n2² divided by z2 എന്ന് വേണമെങ്കിൽ എഴുതാം. റൈറ്റ്. ഇവിടെ വെലോസിറ്റി v1 divided by v2 എന്ന് നമുക്ക് എന്ത് എഴുതാം? z1 divided by z2 into n2 divided by n2² എന്നായിപ്പോയി n2 divided by n1 എന്ന് വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങോട്ട് എടുത്താൽ z1 divided by z2 is equal to n1² divided by n2² എന്നുള്ള റിലേഷൻ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n1² divided by n2² into n2 divided by n1 ചെയ്യുമ്പോൾ n1 n2 ക്യാൻസൽ ചെയ്താൽ you will get n1 divided by n2. സോ ഇവിടെ n1 divided by n2ന്റെ വാല്യൂ വെലോസിറ്റിയുടെ റേഷ്യോ എത്രയാ? 3 into 10 raised to 5 v1 by v2 അല്ലേ 2.5 into 10 raised to 5 വരും. 10 raised to 5 ക്യാൻസൽ ചെയ്താൽ you will get 3 divided by 2.5. അപ്പോൾ 2.5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 ആവും. 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ 6 ആവും. സോ n1 divided by n2ന്റെ വാല്യൂസിന്റെ റേഷ്യോ 6/5 ആണ്. അല്ലെങ്കിൽ n1 n2ന്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 6 and 5 ആണ്. സോ ചോദ്യ രീതി നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ. വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു z/n ആണ്. റേഡിയസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n²/z ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ടിൻ്റെ റേഡിയസ് സെയിം ആവുന്ന സമയത്ത് n² ഡയറക്ട്ലി പ്രൊപ്പോർഷൻ z വരും. അപ്പോൾ z-ന് നിങ്ങൾ n² കൊടുത്താൽ n²/n ഓർ വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ n വരും എന്നുള്ള റിസൾട്ടിലേക്ക് എത്തുന്ന രീതിയാണ് പറയുന്നത്. സോ ആറ്റത്തിലുണ്ടാവുന്ന റേഡിയസ്, വെലോസിറ്റി, എനർജി ഇതൊക്കെയുമായുള്ള പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറുമായി ബന്ധമുള്ള റിലേഷൻസ് വെച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. അങ്ങനത്തെ ചോദ്യമാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഷിഫ്റ്റ് 24th നടന്നിരിക്കുന്ന ഫസ്റ്റ് ഷിഫ്റ്റിൽ നടന്നിരിക്കുന്ന ചോദ്യം അതുമായി ബന്ധപ്പെട്ടതാണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം മക്കളെ.